അതെ അതെ. ഈ കാണുന്ന സ്ഥലങ്ങൾ നോക്കി ഇത് എങ്ങനെ വേണേലും മാറ്റാലോ. നിങ്ങൾക്ക് ഓരോ സ്ഥലത്തോടെ ഇറങ്ങി തിരിഞ്ഞു പോകുന്നു നോക്കി. ഭയങ്കര രസമായിട്ടുണ്ട് ട്ടോ. ഏത് വേണം? നഗരം വേണോ? ഗ്രാമം വേണോ? നാട് വേണോ? കാട് വേണോ? മരുഭൂമി വേണോ? എന്തും കിട്ടും ഇവിടെ ചെന്നാ. ഇപ്പൊ തന്നെ നമുക്ക് ദൂരെ നിന്ന് കാണാം. കണ്ട ആ കാണുന്ന ബിൽഡിംഗ് ഒക്കെ ഇതൊക്കെ സെറ്റാണ്. നമ്മൾ കൂടുതൽ ആ സെറ്റുകളുടെ ഉള്ളിലേക്ക് പോകുന്നുണ്ട്. പക്ഷെ ആ ദൂരെ കാണുന്ന ഓരോരോ സെറ്റുകളും എല്ലാ കാര്യങ്ങൾക്കും ഈ ഒരു ഒറ്റ സൈറ്റിൽ വന്നാൽ മതി. ഒരു ഫിലിമിനെ കംപ്ലീറ്റ് വേണ്ട എല്ലാ കാര്യങ്ങളും ഇവിടെ നടക്കും അല്ലേ? പല പല ഫിലിംസ് പല രീതിയിൽ നമുക്ക് ഓരോ സ്ഥിതി കാണാൻ പറ്റും. മരുഭൂമിയില്, നാട്ടില്, കാട്ടിൽ എന്നൊക്കെ പറഞ്ഞ് സെപ്പറേറ്റ് എല്ലാം കാണാം. 10-15 ഫിലിം സൈമിൾട്ടേനിയസ്ലി തന്നെ ഷൂട്ട് ചെയ്യാൻ പറ്റും. ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ലൊക്കേഷൻ ഇവിടെ. ഒരു റോഡൊക്കെ നല്ല അടിപൊളിയാക്കി അല്ലേ? നമുക്ക് ഓരോ സെറ്റ് ഇട്ട് വെച്ചേക്കുന്ന നോക്കി. ആ സെറ്റ് അല്ലേ? അതെ അതെ, അതൊക്കെ സെറ്റാണ്. നമ്മൾ അടുത്ത ഇന്റർവ്യൂലോട്ട് കയറി റോഡും ഇത് നമ്മളൊരു മെയിൻ ഭാഗത്തേക്ക് എത്തുന്നത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ അവിടെ എത്തിയത്? ഞാൻ ഓർക്കുന്നു. ഇതിന്റെ ഓണറും ഇവിടെ തന്നെയാണ് താമസിക്കുന്നത്. അദ്ദേഹം കഴിഞ്ഞ ഇടെ മരണപ്പെട്ടു. നമ്മൾ ആ ന്യൂസ് ഒക്കെ കണ്ടതാണല്ലോ. കണ്ട ഇവിടെ മുതലേ തുടങ്ങുന്നു ആ സ്ട്രക്ചർ കാര്യങ്ങളെല്ലാം. നമ്മൾ വിചാരിക്കും ഇതെല്ലാം ഒറിജിനലാണെന്ന്, പക്ഷെ ഇതൊക്കെ സെറ്റ് ഇട്ടേക്കുന്ന രീതിയിലാണ് ഇവർ നിർമ്മിച്ചിരിക്കുന്നത്. കുറച്ചൊക്കെ ഒറിജിനൽ ഉണ്ടാവും. ആ ബസ്സൊക്കെ കണ്ടില്ലേ? നമ്മളൊരു ഓപ്പൺ ബസ്സിലാണ് കയറിയത്. ആ സെറ്റ് നോക്കിക്കടാ, സെറ്റ് നോക്കിക്കേ, കണ്ടില്ലേ? ആ ഭാഗത്തൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? കാണുന്നു. ആ കാണുന്ന ബിൽഡിംഗ് ഒക്കെ സെറ്റ് ഇട്ടതാണെന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിനക്ക് തോന്നുന്നുണ്ടോ ആ കാണുന്ന ബിൽഡിംഗ് ആയിട്ട് തോന്നുന്നത്? അത് ഒറിജിനൽ ബിൽഡിംഗ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്. ഇത് നമ്മുടെ ഹൈക്കോർട്ട് പോലെ ഉണ്ടല്ലേ എറണാകുളത്തെ? അതെ എറണാകുളത്ത് ഹൈക്കോർട്ട് പോലെ ഉണ്ട്. എടാ ഒരു കാര്യം കൂടി പറയാൻ മറന്നുപോയി. നമ്മൾ അവിടെ ഫ്രഷപ്പ് ആകാൻ വേണ്ടി എയർപോർട്ടിൽ നിന്ന് നേരത്തെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഫ്രഷപ്പ് ആകാൻ വേണ്ടി നമുക്ക് ആ സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ നടന്നില്ലേ? അവിടെ സ്ഥലം ഉണ്ടായിരുന്നു. പല്ല് തേക്കാനും കുളിക്കാനും ബാത്റൂമിൽ പോകാനും പിന്നെ കുറച്ച് ഫുഡ് കഴിക്കാനൊക്കെ. അത് നമുക്കൊരു ഇതാട്ടോ. അതിപ്പോ നമ്മള് ഇപ്പം എന്താ ഡയറക്റ്റിംഗ് പോന്നാലും നമുക്കൊന്ന് ഫ്രഷ് ആവാനുള്ള സ്ഥലമുണ്ട്. ഫ്ലൈറ്റിനോ റെയിൽവേ സ്റ്റേഷനൊക്കെ വന്നിട്ട് നേരെ ഡയറക്റ്റ് നമുക്ക് കാണാനാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ ദൂരെ നിന്ന് വരുന്നവർ വിഷമിക്കേണ്ട, വേറെ ഹോട്ടലൊന്നും എടുക്കണ്ട. ഇവിടെ തന്നെ സെറ്റ് നമുക്ക് കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാനും കുളിക്കാനും എല്ലാ സ്ഥലങ്ങളുണ്ട്. പക്ഷെ നേരത്തെ കാലത്ത് എത്തണമെന്ന് മാത്രം. 9 മണിക്ക് മുമ്പ് ചെന്നാൽ എല്ലാം ചെയ്തിട്ട് നമുക്ക് കയറി കാണാം. നമ്മൾ അങ്ങനെയാണല്ലോ ചെയ്തിട്ട് കയറിയത്. അപ്പൊ രാവിലെ തന്നെ എത്തിപ്പെടാൻ ശ്രമിക്കുക. ഇവിടെ കണ്ടു തീർക്കുന്നവർ ഒരു ദിവസം കംപ്ലീറ്റ് എന്തായാലും വേണ്ടി വരും. ഇതൊക്കെ സെറ്റ് ഇട്ടേക്കണേ കേട്ടോ. നമ്മൾ ആ ബിൽഡിംഗ് കണ്ടതും സെറ്റാണ്. നമ്മൾ വിചാരിക്കുക ഒറിജിനൽ ഫൗണ്ടൻ ആണെന്നുള്ളത്. എല്ലാം സെറ്റ് ഇട്ടേക്കുന്നത്. ഈ കാണുന്ന തൂണുകൾ കംപ്ലീറ്റും ഇരുമ്പാന്ന് വിചാരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും മെറ്റല. ഇരുമ്പല്ലത് കണ്ട ഒറിജിനൽ ആയിട്ട് തന്നെ തോന്നുന്ന. അതേ സൈഡിൽ കോട്ട കണ്ടോടാ, ഓരോ കോട്ട. ഇത് ഓരോ സിനിമയിലെ ഓരോ കോട്ടകളൊക്കെയാ. ഈ സിനിമയ്ക്ക് സെറ്റ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് ഇവിടെ നിന്ന് അഴിക്കുന്നില്ല. പുതിയ സെറ്റ് ഇട്ട് ഇതിങ്ങനെ വികസിച്ചോണ്ടിരിക്കുക. 1666 ഏക്കർ കിടപ്പുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ഒരു ഏരിയ അങ്ങ് തുടങ്ങി കഴിഞ്ഞാൽ തീരില്ല. അതാണ് ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയേക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ഫിലിം സിറ്റിക്കുള്ളത്. പ്രദർശിപ്പിച്ചേക്കണ കണ്ടില്ലേ? അങ്ങനെ നമ്മൾ ആ ഒരു ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ട് ഇവിടെ നിന്ന് നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ ഇറങ്ങി നടന്ന് കാണുന്നുണ്ട്. ഇതാ ഈഫൽ ടവർ കണ്ടോടാ നടുക്ക് വെച്ചേക്കണത്. ഈ ഭാഗത്തൊക്കെ നമുക്ക് കുറെ വീഗാലാൻഡ് ടൈപ്പ് കളികളൊക്കെ ഈ ചെറിയ ചെറിയ പിള്ളേർക്ക് കളിക്കാനുള്ളതും ഇങ്ങനെ ഊഞ്ഞാല് പോലെ ആടാനുള്ളതും എല്ലാം സെറ്റ് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്. ആ ഭാഗത്ത് അത് കണ്ടില്ലേ? അത് ഈവനിംഗ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ പോരുന്ന സമയത്ത് നമ്മളവിടെ കയറിയത്. നല്ല രസമുണ്ട് കാണാൻ. ഈ കാണുന്നതൊക്കെ കോപ്പറും കൊണ്ടുണ്ടാക്കിയ ലൈറ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കില്ല അല്ലേ? ഒരിക്കലും വിശ്വസിക്കില്ല.